3 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടതാണ് മഴ ശക്തമാകാൻ കാരണം. അതിതീവ്ര മഴയെ തുടർന്ന് നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതീവ ജാഗ്രത പുലർത്തണമെന്ന് റവന്യൂ മന്ത്രി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശത്തിൽ മാറ്റം. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതാണ് മഴ ശക്തമാകാനുള്ള കാരണം. നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, കോട്ടയം ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു. മഴ ശക്തമാകുമെന്ന സാഹചര്യം മുൻനിർത്തിയാണ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റുമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. ഇടുക്കി, വയനാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ ആവശ്യമായ ഉപകരണങ്ങൾ സജ്ജീകരിക്കാൻ നിർദ്ദേശമുണ്ട്. 31 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥർ അവരുടെ അധികാര പരിധിയിൽ തന്നെ നിൽക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കാലവർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം കാലവർഷക്കാറ്റ് ഇടപെട്ട് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മലയോര മേഖലയിൽ മഴയും മഴയോടൊപ്പം നല്ല കാറ്റും ശക്തി പ്രാപിക്കും എന്ന് തന്നെ കാണുന്നുണ്ട്. പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനാണ് സാധ്യത. അതുകൊണ്ട് നാളെയും ഇതേ ശക്തിയോട് കൂടിയിട്ടുള്ള മഴ തുടരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയാഴ്ചയോടുകൂടി മഴയുടെ ശക്തി കുറയുമെങ്കിലും ഈ ദിവസങ്ങളിലുണ്ടായ മഴയോടൊപ്പം 50-60 വേഗതയിലുള്ള കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് വീശുമെന്നുള്ളത് കൊണ്ട് മഴയുടെ എഫക്റ്റും കൂടുതലായി ആളുകൾക്കിടയിലേക്ക് പതിക്കാനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് നമ്മൾ ഇപ്പോൾ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് വിവിധ നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ജനം, തിരുവനന്തപുരം.